പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതാണ് സർക്കാർ നടപടികളെന്നാരോപിച്ച് KPSTA നടത്തുന്ന പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്ര തുടങ്ങി. മാറ്റുലി എന്ന പേരിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. 14 ജില്ലകളിലും പര്യടനം നടത്തി ഈ മാസം 27-നാണ് യാത്ര തിരുവനന്തപുരത്തെത്തുക. ഇടതു ഭരണത്തിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖല നേരിടുന്ന 19 പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് യാത്രയുടെ പര്യടനം. അധ്യാപകരുടെ നിയമന ഉത്തരവുകൾ നടപ്പാക്കാത്ത സംസ്ഥാന സർക്കാർ നടപടി യാത്രയിലുടനീളം ചർച്ചയാക്കാനാണ് KPSTയുടെ തീരുമാനം. കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. ക്ലസ്റ്റർ നിയമനങ്ങൾ അധ്യാപക നിയമനങ്ങളല്ലെന്നും ഡിവൈഎഫ്ഐക്കാരുടെ പുനരധിവാസ പദ്ധതിയാണെന്നും ഷാഫി പറമ്പിൽ MP. ഞാൻ പറയുന്നു, ക്ലസ്റ്റർ നിയമനങ്ങൾ അധ്യാപക നിയമനമല്ല, അത് ഡിവൈഎഫ്ഐക്കാരുടെ പുനരധിവാസ പദ്ധതിയായിട്ടാണ് ഈ ഗവൺമെന്റ് പലയിടങ്ങളിലും കൊണ്ട് നടക്കുന്നത്. അവരുടെ ആളുകളെ അങ്ങ് വെക്കണം പലയിടത്തും, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ കൊടുക്കാം. നമ്മൾ പാക്കേജിൽപ്പെട്ട അധ്യാപകരെയല്ലേ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ വെച്ചിരുന്നത്, അല്ലേ? ഭിന്നശേഷിക്കാരുടെ നിയമനങ്ങളുടെ പേരിൽ സംസ്ഥാനത്ത് അധ്യാപക നിയമനം നടപ്പിലാക്കുന്നില്ലെന്നും ഇടതു സർക്കാരിന്റെ വഞ്ചന അവസാനിപ്പിക്കണമെന്നും KPSTA. ഈ സർക്കാരിൻ്റെ വികലമായ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയുള്ള അധ്യാപക ദ്രോഹ നടപടികൾക്കെതിരെയുള്ള ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുന്ന ഈ സർക്കാരിനോടും വിദ്യാഭ്യാസ മന്ത്രിയോടുമുള്ള ഒരു താക്കീതായിക്കൊണ്ടാണ് കേരളത്തിലെ ഈ പൊതുവിദ്യാഭ്യാസ സന്ദേശയാത്ര. സെപ്റ്റംബർ 27-ന് സെക്രട്ടേറിയറ്റിൽ നടത്തുന്ന സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്നിവർ പങ്കെടുക്കും. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.